ഹായ് നമസ്കാരം, എല്ലാവർക്കും മനോസ് ഫുഡ് വേൾഡിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന നല്ല രുചികരമായിട്ടുള്ളൊരു പരിപ്പ് കറിയാണ് തയ്യാറാക്കിയെടുക്കുന്നത്. ചോറിൻ്റെ കൂടെ ആണെങ്കിലും ചപ്പാത്തിയുടെ കൂടെ ആണെങ്കിലും ഒരുപോലെ കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ്. തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം, എല്ലാവർക്കും ഇഷ്ടപ്പെടും. നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. വീഡിയോ സ്കിപ്പ് ചെയ്യരുതേ, മുഴുവനായിട്ട് കണ്ടേക്കണേ. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ. നമ്മൾ ആദ്യം തന്നെ ഒരു കുക്കർ എടുത്തിട്ടുണ്ട്. നമ്മൾ പരിപ്പ് കുക്കറിലാണ് വേവിച്ചെടുക്കുന്നത്. ഞാനിവിടെ 250 ml കപ്പിൽ ഒരു 3/4 കപ്പ് പരിപ്പ് എടുത്തിട്ടുണ്ട് കേട്ടോ. അത് നന്നായിട്ടൊന്ന് കഴുകി കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇത് പെട്ടെന്ന് വെന്ത് വരുന്ന പരിപ്പായതുകൊണ്ട് ഞാനത് വെള്ളത്തിൽ കുതിർത്ത് വയ്ക്കണമെന്നില്ല. നിങ്ങൾക്ക് വേവാൻ താമസമുള്ള പരിപ്പാണെങ്കിൽ ഒരു അരമണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് വയ്ക്കുന്നത് നല്ലതാണ്. അപ്പോൾ നമ്മൾ പരിപ്പ് കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഒരു മീഡിയം സൈസിലുള്ള സവോള ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ ഒരു ചെറിയ തക്കാളി വളരെ ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. ഒരു ചെറിയ പുളി കിട്ടാൻ വേണ്ടിയിട്ടാണ്. വലിയ തക്കാളിക്കാണെങ്കിൽ ഒരു പകുതി ചേർത്താൽ മതിയാവും കേട്ടോ. തക്കാളി ചേർക്കാൻ താല്പര്യമില്ലാത്തവർക്ക് അത് ഒഴിവാക്കിയാലും കുഴപ്പമില്ല. ഒരു 2-3 പച്ചമുളക് നീളത്തിൽ കീറിയത് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ഉപ്പും കൂടി ചേർക്കുന്നുണ്ട്. ഉപ്പൊക്കെ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് അതിൻ്റെ അളവ് ക്രമീകരിക്കണേ. നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഇതൊന്ന് വേവാനായിട്ട് വെക്കാം. ഞാനിവിടെ 2 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇച്ചിരി തിക്കായിട്ടുള്ളൊരു കറിയാണ് വേണ്ടതെങ്കിൽ 1.5 കപ്പ് വെള്ളം ഒഴിച്ചാലും മതി കേട്ടോ. ഇന്നിത് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. ഹൈ ഫ്ലെയിമിലിട്ട് ഒരു വിസിൽ വരുന്നത് വരെ വേവിച്ചാൽ മതി. പരിപ്പായതുകൊണ്ട് പെട്ടെന്ന് വേവുന്ന പരിപ്പാണ്. അങ്ങ് ഉടഞ്ഞു പോകുന്നത് നല്ലതല്ല, ഉടയുന്നതിന് മുൻപേ എടുക്കണം. അപ്പം ഒരു വിസിൽ വന്നു കഴിഞ്ഞാൽ തീ ഓഫാക്കി അതിൻ്റെ ആവിയെല്ലാം പോയിട്ട് നമുക്ക് തുറന്നെടുക്കാം. കുറച്ച് വേവാൻ കുടിച്ച് സമയമെടുക്കുന്ന പരിപ്പാണ് നിങ്ങളുടെ എങ്കിൽ ഒരു അരമണിക്കൂർ കുതിർത്ത ശേഷം പരിപ്പ് ഇതുപോലെ വേവിച്ചാൽ മതി കേട്ടോ. പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. അപ്പം പരിപ്പൊക്കെ വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് കാച്ചിയെടുക്കണം. അതിനായിട്ട് ഒരു ചീനച്ചട്ടി ചൂടാവാനായിട്ട് വെച്ചിട്ട് നമുക്കതിലേക്ക് ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കാം. ഒരു 2-3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എണ്ണ നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് നന്നായിട്ടൊന്ന് പൊട്ടി തുടങ്ങുമ്പോൾ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ നല്ല ജീരകം ചേർത്ത് കൊടുക്കാം. ഈ സമയത്തൊക്കെ തീ നന്നായിട്ടൊന്ന് കുറച്ചിടാനായിട്ട് വിട്ടുപോകരുത്. 2-3 വറ്റൽ മുളകും ഒരു തണ്ട് കറിവേപ്പിൻ്റെലും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് ഇളക്കി ആ ഒരു വറ്റൽമുളകൊന്ന് മൂപ്പിച്ചെടുക്കാം. അതിനുശേഷം ഇതിലേക്ക് വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയും കൂടി ചതച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 7 ചെറിയുള്ളിയും ഒരു 5 വെളുത്തുള്ളിയുടെ അല്ലിയും കൂടിയാണ് ചതച്ചെടുത്തിട്ടുള്ളത് കേട്ടോ. നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി ഇതൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇതിൻ്റെ ഒരു റോസ് സ്മെല്ലൊക്കെ മാറി നല്ലൊരു മണം വരും. ഇതിൻ്റെ കളറൊക്കെ മാറി നല്ലൊരു ഗോൾഡൻ കളറായി വരുന്നത് വരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഉള്ളിയും വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് എണ്ണയൊക്കെ ഇടന്നിട്ട് നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കണം. ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്ത ശേഷം നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർക്കുന്നുണ്ട്. ഞാനിവിടെ കശ്മീരി മുളക് പൊടിയാണ് എടുത്തിട്ടുള്ളത്. എരിവൊക്കെ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് കൂട്ടം കുറയ്ക്കുകയൊക്കെ ചെയ്യണേ. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ആ പൊടികളുടെ ഒരു റോസ് സ്മെല്ല് മാറി വരുന്നത് വരെ ഏകദേശം ഒരു 15-20 സെക്കൻഡ് സമയത്തോളം ലോ ഫ്ലെയിമിലിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അതൊന്ന് മൂത്ത് വരുമ്പം നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന പരിപ്പ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. നമുക്കിത് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ, പരിപ്പ് അങ്ങനെ വെന്ത് ഉടഞ്ഞു പോയിട്ടൊന്നുമില്ല, നല്ല രീതിയിൽ വെന്ത് വന്നിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ഇളക്കി ഇതൊന്ന് തിളപ്പിച്ചെടുത്താൽ മതി. കുറേ സമയം കുക്ക് ചെയ്യേണ്ട കാര്യമില്ല. നമുക്കിതിലേക്ക് ഇച്ചിരി മല്ലിയില ചെറുതായിട്ട് കട്ട് ചെയ്തും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഈ സമയത്ത് ഉപ്പൊക്കെ നോക്കിയിട്ട് കുറവുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കണേ. ഇതുപോലെ മൊത്തത്തിലൊന്ന് തിളച്ച് വരുമ്പോൾ ഉടനെ തന്നെ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി തീയങ്ങ് ഓഫാക്കി ഇടാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ രുചികരമായിട്ടുള്ള നമ്മുടെ പരിപ്പ് കറി ഇവിടെ തയ്യാറായിട്ടുണ്ട്. ചപ്പാത്തിയുടെ കൂടെ കഴിക്കാനായാലും ചോറിൻ്റെ കൂടെ കഴിക്കാനായാലും നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് കരുതുകയാണ്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കല്ലേ. ഓക്കെ, അടുത്ത ദിവസം വീണ്ടും നല്ലൊരു റെസിപ്പിയുമായിട്ട് നമുക്ക് വേഗം തന്നെ കാണാം.